ഇപ്പോൾ നിയമസഭയിലേക്ക് യുക്തിരഹിതമായ ഒഴിവാക്കലാണ് ബീഹാറിൽ നടന്നത്. അതേ രീതിയാണ് ദേശീയ അടിസ്ഥാനത്തിൽ ലക്ഷ്യമിടുന്നത് എന്ന സംശയവും രാജ്യവ്യാപകമായി നിലവിലുണ്ട്. ബീഹാർ SIR പ്രക്രിയയുടെ ഭരണഘടനാ സാധുത സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ കൂടി തിടുക്കപ്പെട്ട് ഇതേ പ്രക്രിയ കൊണ്ടുവരുന്നതിനെ നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. ദീർഘകാല തയ്യാറെടുപ്പും കൂടിയാലോചനയും ആവശ്യമായ SIR പോലുള്ള പ്രക്രിയ ഇത്തരത്തിൽ തിടുക്കത്തിൽ നടത്തുന്നത് ജനവിധി അട്ടിമറിക്കാനാണെന്ന ഭയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന് നിഴലിലാക്കിയിരിക്കുന്നു. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത് തന്നെ നടക്കാനിരിക്കുകയാണ്. അത് കഴിഞ്ഞാലുടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട് SIR നടത്തുന്നത് ദുരുദ്ദേശപരമാണ്. ഇതിനു മുൻപ് 2002 കേരളത്തിൽ വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധന നടന്നത്. ഇപ്പോൾ പുനഃപരിശോധന നടത്തുന്നത് 2002 അടിസ്ഥാനമാക്കിയാണെന്നതും അശാസ്ത്രീയമാണ്. 1987 ശേഷം ജനിച്ചവർ അവരുടെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ പൗരത്വ രേഖ കൂടി നൽകിയാലേ വോട്ടറാകൂ എന്ന SIRലെ നിബന്ധന നമ്മുടെ പ്രായപൂർത്തി വോട്ടവകാശത്തെ ഹനിക്കുന്ന തീരുമാനമാണ്. 2003 ശേഷം ജനിച്ചവർ പിതാവിൻ്റെയും മാതാവിൻ്റെയും പൗരത്വ രേഖകൾ സമർപ്പിച്ചാൽ മാത്രമേ വോട്ടറാവൂ എന്നും നിഷ്കർഷയുണ്ട്. രേഖകളില്ലാത്തതിൻ്റെ പേരിൽ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നത് ഭരണഘടനയുടെ അനുച്ഛേദം 326 പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന സാർവത്രിക വോട്ടവകാശത്തിൻ്റെ പൂർണ്ണമായ ലംഘനമാണ്. സമൂഹത്തിലെ പാർശ്വവൽക്കൃത വിഭാഗങ്ങളിലുള്ളവരാണ് SIRലെ ഇത്തരം നിബന്ധനകൾ മൂലം വോട്ടവകാശത്തിൽ നിന്നും പുറത്താവുക എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധരുടെ പഠനങ്ങൾ കാണിക്കുന്നത്. ന്യൂനപക്ഷ സമുദായങ്ങൾ, സ്ത്രീകൾ, ദരിദ്ര കുടുംബങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഇതിൽ ബഹുഭൂരിപക്ഷവും ഉൾപ്പെടുക. വോട്ടർ പട്ടികയിലുള്ള പ്രവാസി വോട്ടർമാരുടെ വോട്ടവകാശം തുടർന്നും നിലനിർത്തേണ്ടതുണ്ട്. പൗരത്വത്തെ മതാധിഷ്ഠിതമാക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തെ പൊടിതട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നവർ SIRനെ ഏതു വിധമാവും ഉപയോഗിക്കുക എന്നതും ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളിയാണ്. മൗലികാവകാശത്തെ ഹനിക്കുന്ന ഇത്തരം നടപടികളിൽ നിന്നും പിന്തിരിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായി വോട്ടർ പട്ടിക പുതുക്കൽ നടത്തണമെന്ന് ഈ നിയമസഭ ഏകകണ്ഠമായി ആവശ്യപ്പെടുന്നു. പ്രമേയത്തെ പിന്താങ്ങേണ്ടതാണ്. ഇനി പറയുന്ന അംഗങ്ങൾക്ക് പ്രമേയത്തിന്റെ ഭേദഗതിയിൽ അവതരിപ്പിക്കാവുന്നതാണ്. ശ്രീ ലത്തീഫ്, ജസ്റ്റ് ഒരു ഏറ്റവും അനുയോജ്യമായ ഈ അവസരത്തിൽ ഇത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കുകയാണ്. സർ, അതോടൊപ്പം ഈ പ്രമേയത്തിൻ്റെ 2ാമത്തെ പേജിൽ ഏത് വിധമാവും ഉപയോഗിക്കുക എന്നതും ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയാണ് എന്നതിന് ശേഷം ഒരു ഭേദഗതിയാണ് സർ ഞാൻ അവതരിപ്പിക്കുന്നത്. മൗലികാവകാശത്തെ ഹനിക്കുന്ന ഇത്തരം നടപടികളിൽ നിന്നും പിന്തിരിഞ്ഞതിന് ശേഷം SIR നടപടികളിൽ നിന്നും കേരളത്തെ മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ പൂർണ്ണമായും ഒഴിവാക്കണം എന്നുകൂടി കൂട്ടിച്ചേർക്കണം എന്നുള്ളതാണ് സർ ഈ നടപടി എന്നതാണ് ഞാൻ അവതരിപ്പിക്കുന്ന. പിന്തിരിഞ്ഞ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായി വോട്ടർ പട്ടിക പുതുക്കൽ നടത്തണം എന്ന വാക്കുകൾ ഒഴിവാക്കി SIR നടപടിയിൽ നിന്നും കേരളത്തെ പൂർണ്ണമായും ഒഴിവാക്കണം എന്നാണ് ഞാൻ അവതരിപ്പിക്കുന്ന ഭേദഗതി. സർ, ഈ പ്രമേയത്തെ അംഗീകരിക്കുകയാണ് സർ. ഈ പ്രമേയത്തിനെ കുറിച്ച് വ്യക്തതയും അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ കൃത്യതയും ചില വശങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതിൻ്റെയും ആവശ്യകതയിലേക്കാണ് ചില ഭേദഗതികൾ സൂചിപ്പിക്കുന്നത് സർ. പ്രമേയത്തിലെ 1-ാം ഖണ്ഡികയിൽ 1-ാമത്തെ വരിയിൽ വോട്ടർ പട്ടിക എന്നതിന് മുമ്പ് പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള വോട്ടർ പട്ടിക എന്ന് വരുമ്പോൾ ആ വോട്ടർ പട്ടികയെക്കുറിച്ചൊരു വ്യക്തത വരും. അതുപോലെ തന്നെ പ്രമേയത്തിലെ 1-ാം ഖണ്ഡികയിൽ 2-ാം വരിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ, വേറെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എന്നാക്കി ചേർക്കേണ്ടതാണ് സർ. അതുപോലെ തന്നെ പ്രമേയത്തിലെ 1-ാമത്തെ ഖണ്ഡികയിലെ 3-ാമത്തെ വരിയിൽ
വ്യാപകമാണ് എന്നതിന് ശേഷമുള്ള ഒഴിവാക്കി ഇനി പറയുന്നത് ചേർക്കണം. ബീഹാറിൽ നടന്ന SIR പ്രക്രിയയിൽ നിലവിലുള്ള വോട്ടർ പട്ടികയിൽ നിന്നും പുറന്തള്ളപ്പെട്ടത് 65 ലക്ഷത്തിൽ പരം വോട്ടർമാരാണെന്നുള്ളത് ജനാധിപത്യ വിശ്വാസികളുടെ ഇത്തരം ആശങ്കകളെ ശരിവെക്കുന്നതാണ്. അതിന്റെ ആ ഒരു ഭീകരത പ്രകടമാകാൻ ഈ 65 ലക്ഷം ആളുകൾ പുറത്തു പോയി എന്നുള്ളത് വരണം സർ. ഭേദഗതി 4 മൂന്നാമത്തെ ഖണ്ഡികയിൽ 6ാമത്തെ വരിയിൽ അതൊരു ടെക്നിക്കൽ മാത്രമാണ്. ജനവിധി എന്നതിന് പകരം ജനവിധികളെ, ഒരു സ്ഥലത്തല്ല വിവിധ സ്ഥലങ്ങളിലേതാണ്, അപ്പൊ അത് പ്ലൂരലാണ്, ജനവിധികളെ എന്നാവുന്നതായിരിക്കും നല്ലത്. സർ, ഭേദഗതി 5 മൂന്നാമത്തെ ഖണ്ഡികയിൽ 6ാമത്തെ വരിയിൽ ഭയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന്റെ നിഴലിലാക്കിയിരിക്കുന്നു എന്നത് ഒഴിവാക്കി പകരം ഭയം വളരെ ശക്തമാണ്, അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടതിന് ശേഷം യെസ് സർ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പൊ രാഹുൽ ഗാന്ധിയും മറ്റും പുറത്തു കൊണ്ടുവന്ന സംഗതി, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ് എന്ന് തന്നെ ചേർക്കണം സർ. ഭേദഗതി 6 മൂന്നാമത്തെ ഖണ്ഡികയിലെ 8ാമത്തെ വരിയിൽ നടക്കാനിരിക്കുകയാണ്. ഇവിടെയാണ് എനിക്ക് കൃത്യമായ ഒരു സംഗതി സൂചിപ്പിക്കാനുള്ളത് സർ. എല്ലാം ഭേദഗതിയാണല്ലോ. അത് കഴിഞ്ഞാലുടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് എന്നത് ഒഴിവാക്കി പകരം നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ആയതിന്റെ നടപടിക്രമങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ഈ സംസ്ഥാനത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ പോരാ, ഇവിടെ ഓൾറെഡി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു. അതൊരു നല്ല ലീഗൽ പോയിന്റാണ്. ഇവിടെ നടപടിക്രമങ്ങൾ തുടങ്ങി സർ. അപ്പൊ അതുകൊണ്ട് അത് ഇങ്ങനെയാക്കി മാറ്റണം. വാർഡ് വിഭജനവും അതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികകളുടെ ക്രമീകരണങ്ങളും മറ്റും നടന്നു വരികയും തെരഞ്ഞെടുപ്പ് അടുത്ത മാസങ്ങളിൽ നടക്കാനിരിക്കുകയുമാണ്. ഈ സാഹചര്യത്തിൽ ഇതേ സമയത്ത് തന്നെ SIR ഇത് വായിക്കാനെങ്കിലും അനുവദിക്കൂ സാർ. കൈൻഡ്ലി സീ ദ റൂൾസ് ഓഫ് പ്രൊസീജിയർ 124 15 മിനിറ്റ് വരെ പ്രസംഗിക്കാൻ പറയുന്നുണ്ട് വിത്ത് പെർമിഷൻ ഓഫ് സ്പീക്കർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതിന്റെ താല്പര്യം ഒന്ന് മനസ്സിലാക്കൂ സാർ. അപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികകളുടെ ക്രമീകരണം വരുന്ന SIR നടപടികൾ ആരംഭിക്കുന്നത് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്നതിനിടയാക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ കേവലം 2 മാസക്കാലം, ജനുവരിയും ഫെബ്രുവരിയും കഴിഞ്ഞ് മാർച്ച് 10-നുള്ളിൽ നമ്മളെ നിയമസഭ പ്രഖ്യാപിക്കും. അപ്പൊ 2 മാസക്കാലം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ളത് എന്ന് ചേർക്കണം. ആ സാഹചര്യത്തിൽ ഇവിടെ വേണ്ടെന്നാണ് പ്രമേയത്തിന്റെ ബാക്കിയിൽ പറയുന്നത്. അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ സർ. 7ാമത്തെ ഭേദഗതി 4ാമത്തെ ഖണ്ഡികയിൽ 5ാമത്തെ വരിയിൽ നിഷ്കർഷയുണ്ട് എന്ന് പറയുന്നുണ്ട്. അവിടെ എന്താ വെച്ചാൽ ഇവിടെ കൃത്യമായി പ്രമേയത്തിന്റെ ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം NPR നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററുമായി പൗരത്വ ഭേദഗതിയുമായി ബന്ധിപ്പിക്കുന്നു. അതിവിടെയാണ് സാർ ബന്ധിപ്പിക്കുന്നത്. ഇനി പറയുന്നത് ചേർക്കാന്ന് ഞാൻ പറയണമെന്ന് വെച്ചാൽ ഇത് വോട്ടർ പട്ടികയും പൗരത്വ നിയമവുമായി ബന്ധിപ്പിക്കുന്ന നിബന്ധനയാണ്. ആ നിബന്ധന എന്താണ്? 987 വരെ ഇന്ത്യയിൽ ജനിച്ചവരൊക്കെ ഇന്ത്യയിലെ പൗരന്മാരാണ്. 87-ലാണ് ഭേദഗതി വന്നത്. അച്ഛനോ അമ്മയോ രണ്ടാലൊരാൾ ഇന്ത്യക്കാരനായിരിക്കണം, ഇന്ത്യയിൽ ജനിച്ചവരായിരിക്കണം. 2003 വീണ്ടും ഭേദഗതി വന്നു പൗരത്വ നിയമത്തിൽ. എന്താ ഭേദഗതി? അച്ഛനും അമ്മയും രണ്ടിലൊരാൾ പോരാ, രണ്ടാളും ഇന്ത്യയിൽ ജനിച്ചവരാണെങ്കിൽ അവരുടെ മക്കൾ ഇവിടെ ജനിച്ചാലേ പൗരത്വമുള്ളൂ. അപ്പൊ ആ പൗരത്വ നിയമത്തിൽ ആ വകുപ്പുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ 87-ന്റെയും 2003-ന്റെയും കാര്യം എന്നുള്ളത് കൊണ്ട് അത് സ്പഷ്ടമായിട്ട് തന്നെ സാർ പറയണം. 4ാമത്തെ ഖണ്ഡികയിൽ 10ാമത്തെ വരിയിൽ ന്യൂനപക്ഷ സമുദായങ്ങൾ എന്നതിന് ശേഷം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്ന് വേണം. ബീഹാറിൽ ഏറ്റവും കൂടുതൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടു പോയത് മൈനോറിറ്റീസ് ആണ്, മുസ്ലിംസ് ആണ്. കൂട്ടത്തിൽ ദളിതരും പോയിട്ടുണ്ട്. ഈ ആദിവാസി സമൂഹം, വനങ്ങളിൽ താമസിക്കുന്നവർ, അതൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്ന് ന്യൂനപക്ഷ സമുദായങ്ങൾ എന്ന് കഴിഞ്ഞതിന് ശേഷം ചേർക്കണം സാർ. എന്റെ ലാസ്റ്റ് ഭേദഗതി നമ്പർ 9 5ാമത്തെ ഖണ്ഡികയിൽ 3ാമത്തെ വരിയിൽ വെല്ലുവിളിയാണ് എന്നതിന് ശേഷമുള്ളവ ഒഴിവാക്കി ഇനി പറയുന്നത് ചേർക്കുക സാർ. ഇവിടെ ഇത് വളരെ പ്രസക്തമാണ്. വോട്ടർ പട്ടിക കൃത്യമായ ഇടവേളകളിൽ സുതാര്യമായി പുതുക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കേരളത്തിൽ അതിർത്തി സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെയുള്ള അനധികൃത കുടിയേറ്റങ്ങൾക്ക് സാധ്യതയും ഇല്ലാത്തതിനാൽ ഈ സംസ്ഥാനത്ത് SIR അപ്രസക്തമാണ്. ഇവിടെ ഒരു SIR-ന്റെ കാര്യമില്ല. ഇവിടെ ഏതെങ്കിലും അതിർത്തി രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കയറി താമസിക്കണില്ല. ഇവിടെ ദർ ഇസ് നോ മൈഗ്രേഷൻ. അങ്ങനെ ഒരു മൈഗ്രേഷന്റെ പ്രശ്നം വരുന്നില്ല. അപ്പൊ വോട്ടർ പട്ടികയിൽ ഇങ്ങനെയുള്ള അനാവശ്യ കേരളമൊന്നും ഉണ്ടാവില്ല. ഇവിടെ കൊല്ലത്തിൽ 4 തവണ ഇപ്പൊ സുന്ദരമായിട്ട് DLO-മാരും BLA-മാരും ഒക്കെ ചേർന്ന് ഒരു വോട്ടർ പട്ടിക പുതുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മേൽ വിവരിച്ച സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഏതൊക്കെ സാഹചര്യങ്ങൾ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം, അത് കഴിഞ്ഞാൽ ഉടൻ നിയമസഭ, പിന്നെ ഇവിടെ വേറെ ഒരു വിധത്തിലുള്ള കുടിയേറ്റങ്ങൾക്കും കടന്നുകയറ്റങ്ങൾക്കും ഒക്കെ സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ കേരളത്തിൽ SIR നടപ്പിലാക്കാനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ
പ്രമേയം തെരഞ്ഞെടുപ്പ് യെസ് കമ്മീഷനോട് വിഷ്ണുനാഥ് പ്ലീസ് 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 യെസ് വിഷ്ണുനാഥ് യെസ് യെസ്